السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ ക്ലാസ് ലോകത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾ കൂടുതലായി ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്ന, കൂടുതലായി നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന ഒരു സാധനം, അതായത് തേന്. ഈ തേനിന് ലോകത്തിൽ തന്നെ വലിയ പ്രത്യേകതയുണ്ട്. ഒരുപാട് രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട്. കാരണം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനില് പലയിടത്തായിട്ട് തേനിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് മുഹമ്മദിലും തഹരീമിലും, അതേപോലെ തന്നെ സൂറത്ത് നഹ്ലി 68-ാമത്തെ ആയത്തിലും അല്ലാഹു തആല ഈ തേനിനെ പറ്റി പറഞ്ഞു. അല്ലാഹു അവിടെ പറയുന്നത്, തങ്ങളുടെ റബ്ബ് തേനീച്ചക്ക് സന്ദേശം വഹി അറിയിച്ചു. അതായത് മലകളിലും മരങ്ങളിലും ജനപാർപ്പിടങ്ങളിലും പോയി കൂട് കെട്ടി തേനുണ്ടാക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു പറയുന്നു, വ്യത്യസ്ത പൂക്കളിൽ നിന്ന് നിങ്ങൾ തിന്നണം. അവിടെ അല്ലാഹു തആല പറഞ്ഞത് ഈ തേനിൽ ശിഫയുണ്ട് എന്ന് അല്ലാഹു തആല പറയുന്നു. അത്രമാത്രം നമുക്ക് മതിയല്ലോ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇതില് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ തേനിനെ പറ്റി നന്നായി പഠിക്കണം, അതിന് ഗവേഷണം ചെയ്യണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അല്ലാഹു ശിഫയുണ്ട് എന്ന് പറഞ്ഞല്ലോ, എന്തെല്ലാം രോഗങ്ങൾക്ക് ശിഫയുണ്ട് എന്ന് കണ്ടെത്തണം. അതിൻ്റെ ആ തേനിൻ്റെയും തേനീച്ചയുടെ അമാനുഷികതകളെപ്പറ്റി, അതിൻ്റെ കഴിവുകളെപ്പറ്റി നിങ്ങൾ അത് കണ്ടെത്തണം, റിസർച്ച് ചെയ്യണം, പഠിക്കണം എന്നാണ്. ഈ തേനിനെ പറ്റി ബുഖാരി ഷരീഫിൽ കൂടുതലായി ഹദീസുകൾ കാണുന്നുണ്ട്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളായ ഇബ്നു മാജഹയിലും തിർമുദിയിലും മുസ്തദ്റക് അൽ ഹാക്കിമിലും നസായിയിലും മുസ്നദ് ഇബ്നു അബി ശുഐബയിലും മുഅ്ജം ഔസത്തിലും ഒക്കെ ഹദീസുകൾ, ഇത്ര ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ തേനിനെ പറ്റി ഹദീസുകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അല്ലാഹു ഖുർആൻ ഷരീഫിലും പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനേകം ഇടത്ത് തേനിനെ പറ്റി പറഞ്ഞു. ഇതിനെ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മാസങ്ങളോളം ചർച്ച ചെയ്താലും ക്ലാസ് എടുത്താലും തീരൂല. അത്രമാത്രം വലിയ സബ്ജക്റ്റാണ്. എങ്കിലും ഞാൻ കുറഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഇതിൻ്റെ വിവരണം ഒതുക്കുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വൈറ്റമിൻ ബി, B2, B12, B6, BH, ഡെക്സ്ട്രോസ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, അയൺ, കോപ്പർ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, അമിനോ ആസിഡ്സ്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമുക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായ ഒരുപാട് ഘടകങ്ങൾ ഈ തേനിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നു. ഈ തേനിൻ്റെ ശിഫ, ശമനം ഒരുപോലെയല്ല. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് തേനുകൾ എടുക്കുന്നു. അത് വ്യത്യസ്ത പൂക്കളിൽ നിന്ന്, പുഷ്പങ്ങളിൽ നിന്നാണ് എടുക്കുന്നത്. ആ ഓരോ പുഷ്പങ്ങളുടെ അതിലെന്താണ് നമുക്ക് ഫായിദയുള്ളത്, ശമനം രോഗങ്ങൾക്കുള്ളത്, അതുപോലെ ആയിരിക്കും ഈ തേനിൻ്റെ ശമനങ്ങളും. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ശമനമുണ്ട്. പക്ഷെ അത് എടുക്കുന്ന നാടുകളിലുള്ള ആ പൂക്കളുടെ അതിൻ്റെ അവസ്ഥ പോലെ ആയിരിക്കും ഈ ശമനങ്ങളുള്ളത്. കൂടുതലായിട്ടും ശമനങ്ങൾ ഉണ്ട്. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ
പഴയകാലത്തുള്ള ശാസ്ത്രജ്ഞന്മാരും തേനിനെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും തേനിനെപ്പറ്റി ധാരാളം പറയുന്നു, അതിൻ്റെ ഫായിദകളെപ്പറ്റി. അവർ പറയുന്നു അത് പലതരം വ്യത്യസ്തമായ രോഗങ്ങൾക്ക് ശമനമാണ് തേനി എന്നത്. നമ്മുടെ ഏഷ്യയിൽ അത് പലജാതി തേനുണ്ട്. അതിൽ വളരെ നല്ല നല്ല തേനുകളുണ്ട്. മറ്റുള്ളത് മോശം എന്നൊരിക്കലുമല്ല, അതിൻ്റെ നല്ല നല്ല ക്വാളിറ്റികളുണ്ട്. ഏഷ്യയിലെ തമിഴ്നാട്ടിൽ ജവ്വാദ് മല എന്ന് പറയുന്ന ഒരു മലയുണ്ട്. അവിടുന്ന് എടുക്കുന്ന തേനാണ് ഏറ്റവും നല്ല തേന് എന്ന് പറയുന്നു. അങ്ങനെ സൗദിയിലും അമേരിക്കയിലും പല രാജ്യങ്ങളിലും വളരെ നല്ല ക്വാളിറ്റിയുള്ള തേനുകൾ കിട്ടുന്നുണ്ട്. മറ്റുള്ളതിന് ക്വാളിറ്റി കുറവ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതിനെപ്പറ്റി പ്രവാചക വൈദ്യത്തിൽ ഈ ജവ്വാദ് മലയിൽ നിന്ന് എടുക്കുന്ന തേന് ഏറ്റവും നല്ല തേനാണ് എന്ന് ഒരു പ്രവാചക വൈദ്യത്തിൽ കാണുന്നുണ്ട്. ഇതിൽ ഉള്ള ആൻറ്റിബയോട്ടിക് അത് വളരെ നാച്ചുറലാണ്. അത് രക്താതിസാരത്തിന് വളരെ നല്ലതാണ് തേന് എന്നുള്ളത്. അതായത് അതിൻ്റെ എക്സ്റ്റേണൽ നമ്മുടെ ശരീരത്തിൻ്റെ എക്സ്റ്റേണൽ അകത്തും പുറത്തുമുള്ള മുറിവുകൾക്കും പുണ്ണുകൾക്കും അതേപോലെ തന്നെ വയറ്റിൻ്റെ അകത്തുള്ള പുണ്ണുകൾക്കും ഗ്യാസ് മുഖേന വയറ്റിൻ്റെ അകത്തുള്ള പുണ്ണുകൾക്കും അതേപോലെ ഡിയോഡനൽ അൾസർ പുണ്ണ് എന്ന് പറഞ്ഞിട്ട് ചെറിയ കുടലിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന പുണ്ണുണ്ട്. ഇതിനൊക്കെ ഈ വ്രണങ്ങൾ ഇതിനൊക്കെ വളരെ നല്ലതാണ് തേന്. അത് മുഖേന ഈ രോഗങ്ങൾക്ക് ശിഫയുണ്ടാകും എന്ന് മാത്രമല്ല, ഈ തേന് കൂടുതൽ ഉപയോഗിക്കുന്നത് അറബികളാണ്. അറബികളുടെ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, വളരെ നല്ല ഭക്ഷണങ്ങളാണ് അവർ കഴിക്കുന്നത്. അതുമൂലം അവർക്ക് രോഗങ്ങളില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെ അവർ കഴിക്കുന്നുണ്ട്, എന്തൊക്കെ ഇലകൾ എന്തൊക്കെ പഴങ്ങൾ കഴിക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞിരുന്നു. ദൈനംദിനം അറബികൾ തേന് കഴിക്കും. അതുകൊണ്ട് അവർക്ക് പുണ്ണുകൾ വളരെ കുറവാണ്. വലിയ കുടലിൻ്റെ ഭാഗത്ത് കുടലിൽ വരുന്ന ഇൻഫെക്ഷനുകൾക്കും തേന് വളരെ നല്ല ഒരു ഔഷധമാണ്. അതേപോലെ തന്നെ ഈ ഗ്യാസ്ട്രിക്റ്റുകൾ, അതായത് ഗ്യാസിൻ്റെ പ്രോബ്ലമുകൾ, അതേപോലെ തന്നെ ബ്ലീഡിങ്ങുകൾ, രക്തം പോക്ക്, ഛർദി, വാക്കാനം, അതേപോലെ തന്നെ വയറുവേദന, നമ്മുടെ ചർമ്മങ്ങളിൽ വരുന്ന രോഗങ്ങൾ, നമ്മുടെ കണ്ണിൽ വരുന്ന രോഗങ്ങൾ, ഇതിനൊക്കെ വളരെ നല്ലതാണ് തേന്. തേന് കഴിച്ചാൽ ഒരുപാട് ഇത്തരം രോഗങ്ങൾക്ക് ശമനമുണ്ട്. 5-ാം പനി, നമ്മുടെ ബ്രെയിനിൽ തലച്ചോറിലുള്ള തടസ്സങ്ങൾ, അതേപോലെ തന്നെ ട്യൂമർ, മുഴകൾ, ഹാർട്ട് വേദന, നെഞ്ചുവേദന, നമ്മുടെ യൂറിനറി ട്രാക്റ്റിൽ വരുന്ന, അതായത് നമ്മുടെ കിഡ്നിയും അതിൻ്റെ താഴെയുള്ള യുറത്ര, ബ്ലാഡർ, യുറേറ്റർ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, മൂത്രസഞ്ചി, ഇങ്ങനെയുള്ള ഒരുപാട് സാധനം അതിൻ്റെ ട്രാക്റ്റിലുണ്ട്. അതിൽ വരുന്ന രോഗങ്ങൾക്കും അതിനെ ഒരു റിലാക്സ് ചെയ്യാനും അതിൽ വരുന്ന രോഗങ്ങളെ തടയാനും വളരെ നല്ലതാണ് തേന്. അതേപോലെ തന്നെ ജലദോഷം, ചുമ, പനി, അതേപോലെ തന്നെ നമ്മുടെ ത്രോട്ടിൽ, തൊണ്ടയിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, ഇതിനൊക്കെ കൂടാതെ നമുക്ക് ഈ ഉറക്കത്തിൻ്റെ കുറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല ഔഷധമാണ് തേന്. തേന് കഴിക്കുന്നവർക്ക് ഭംഗി കൂടും എന്ന് പറയപ്പെടുന്നുണ്ട്.
പിന്നെ സ്കിന്നിൽ വരുന്ന റഫ്നെസ് അതൊക്കെ ഇല്ലാണ്ടാകും ഈ തേന് കഴിക്കുന്നത് കൊണ്ട് എന്ന് നമുക്ക് ഈ പ്രവാചക വൈദ്യത്തിൻ്റെയും മറ്റുള്ള സയൻറ്റിഫിക് റീസർച്ചുകളുടെയും അവിടെ കുറിപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചെറി പൊട്ടൽ, ചെറിയിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, നമ്മുടെ ചർമ്മത്തിൽ വരുന്ന സ്പോട്ടുകൾ, ഇതിനൊക്കെ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മോണയിൽ വരുന്ന ഇൻഫെക്ഷനുകൾ, ഈ മസിൽ വേദനകൾ, ഇങ്ങനെ തുടങ്ങി അനവധി രോഗങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് തേന് നല്ലതാണ്. ഇൻഷാ അല്ലാഹു തആല 1, 2, 3 ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹു തആല വീണ്ടും തേനിനെ പറ്റി എടുക്കുന്നതാണ്. പക്ഷെ ദൈനംദിനം തേന് വീട്ടിൽ കൊണ്ടുപോയി വെക്കണം. കൂടുതൽ ഷുഗർ വരുന്നവർ കഴിക്കണ്ട. കാരണം കൂടുതൽ ഷുഗർ വരുന്നവർക്ക് ചിലപ്പോൾ തേനാണെങ്കിലും പ്രശ്നം ഉണ്ടാകും. ചെറിയ തോതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഡോക്ടർ മുഹമ്മദ് നിസാർ ദക്കർ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശസ്തനായ ഒരു റിസർച്ചർ, ഒരു ഗവേഷകൻ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം സത്യത്തിൽ ഈ സ്കിന്നിൻ്റെ ഡെർമോട്ടോളജിസ്റ്റാണ്, സ്കിന്നിൻ്റെ ഡോക്ടറായിരുന്നു. അറബിയാണ്. അദ്ദേഹം ഇതിനെപ്പറ്റി, തേനിനെപ്പറ്റി വളരെ സമഗ്രമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി. അപ്പോൾ ഇങ്ങനെ പല ശാസ്ത്രജ്ഞരും തേനിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പഠിക്കണം, നല്ലത് പഠിക്കണം. നല്ലത് പഠിക്കുവാനും ചെയ്യുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഭൂമി അള്ളാഹു ശാന്തി സമാധാനം കൊണ്ട് നിറക്കട്ടെ. ആമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.